സിംഗിന് ശേഷം ഹരിത സാവിത്രിയുടെ ഏറ്റവും പുതിയ നോവലാണ് കുർബ. മനുഷ്യാന്തസ്സിന്റെ തകർച്ചയെക്കുറിച്ചാണ് ഈ നോവലിൽ എഴുത്തുകാരി അന്വേഷിക്കുന്നത്. അത് താനെ തകർന്നു പോകുന്നതല്ല, അത് തകർക്കപ്പെടുന്നതാണ്. അത് ചെയ്യുന്നതാകട്ടെ ഭരണകൂടവും. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് പോലീസും രഹസ്യാന്വേഷണ സംഘങ്ങളുമാണ്. മനുഷ്യരെ ശാരീരികമായി മാത്രമല്ല തകർക്കുന്നത്, അവരുടെ അന്തസ്സിനെ തകർത്തുകൊണ്ട് അവരെ നിതാന്തമായ അപമാനത്തിലേക്ക് തള്ളിവിടുന്നു. മാതൃഭൂമി ബുക്സാണ് കുർബാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബൂളിലെ ഒരു മാളിൽ നടക്കുന്ന സ്ഫോടനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നോവലിന്റെ പ്രതിപാദ്യ വിഷയം. അവിടെ ഉണ്ടായിരുന്ന കുറച്ചുപേരെ യാതൊരു തെളിവുകളും കൂടാതെ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ മേൽ കുറ്റം ചുമത്തുകയും ചെയ്യുന്നു. അവർക്കെതിരെ കള്ളസാക്ഷി പറയുന്നതിന് വേണ്ടി കുറച്ചുപേരെ പോലീസ് തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു. അതിന്റെ ഇരകളാവുകയാണ് ജമീറും ഇസലും അലിയും ദരിയയും ജമീലയുമെല്ലാം. കുർദിസ്ഥാന്റെ കഥയാണ് പറയുന്നതെങ്കിലും ഇത് മറ്റു ലോക രാജ്യങ്ങൾക്കും ഒരു പാഠമാകണമെന്ന് തന്നെയാണ് എഴുത്തുകാരി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഈ നോവലിന്റെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കും. വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ജനാധിപത്യ സംവിധാനങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഫാസിസം നടപ്പിൽ വരുത്താനുള്ള ശ്രമം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഴുത്തുകാരി വളരെ കൃത്യമായി അത് ഇതിൽ അടയാളപ്പെടുത്തുന്നുമുണ്ട്. സിനിമയൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കൃതി കൂടിയാണ് കുർബാൻ. നന്ദി, നമസ്കാരം.